ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്താലോ. ഇതുപോലെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് നമുക്ക് അരപ്പ് ആവശ്യമുണ്ട്. നമ്മൾ പൊടികളൊക്കെ അരച്ചിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം. നല്ല കുരുമുളക് ഇത്രയും കുരുമുളക് എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യമുള്ള നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ പൊടികളായിട്ടാണ് ഇടുന്നത്. ഒരു കുഞ്ഞപ്പൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ടാണ് ഈ സംസാരം. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം, കുരുമുളക്, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പട്ടയോ ഗ്രാമ്പൊക്കെ വേണമെങ്കിൽ ഇടാം. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. പെരിഞ്ചീരകവും കുരുമുളകുമാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഒരു പട്ട, ഞാൻ അതിന് പറയുന്നത് ഒരു ചെറിയ പീസ് പട്ട റെക്കോർഡ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വിടാത്തതുകൊണ്ട് അത്രയും ലാഗ് വരുന്നത്. അതിനുശേഷം നമുക്ക് നമ്മൾ എന്തൊക്കെയിട്ട് പട്ട പട്ട, ജീരകം, കുരുമുളക്, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി വേണം, പിന്നെന്താ വേണ്ടത്, ഉപ്പ് വേണം, പിന്നെന്താ വേണ്ടത്, ഗരം മസാല വേണം. അപ്പം ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ പൂർണ്ണമായിട്ടും എൻ്റെ മക്കൾക്കുള്ളതുകൊണ്ടാണ് അവർ റെക്കോർഡിങ്ങിൽ ആഡ് ചെയ്യുന്നത്. ഇവിടുന്ന് മാറുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ നിന്ന് റെക്കോർഡിങ്ങിന് വേണ്ടി കൂട്ടുകൂടിയിരിക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ വെള്ളം കൂടി ഇട്ടിരിക്കണം. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് തൈര് ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ചിക്കനിലേക്ക്, നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നല്ല തിളച്ച എണ്ണ ഇതുപോലെ വറുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ റെഡിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെ, ചിക്കൻ രുചിച്ച് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.